ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദീപാസ് റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഗ്രീൻ പീസ് കറിയുടെ റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. ഇതിനായിട്ട് ഞാൻ 1 കപ്പ് ഗ്രീൻ പീസ് തലേദിവസം തന്നെ നന്നായി കഴുകി വെള്ളത്തിൽ കുതിർത്തിയെടുത്തതാണ്. അതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവോളയും 3 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 അല്ലി വെളുത്തുള്ളി കൂടി ചേർക്കണം. ഞാൻ ചേർക്കാൻ വിട്ടുപോയതാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് നമുക്ക് വേവിക്കാൻ വെക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ ഈ ഗ്രീൻ പീസിന് മുകളിൽ നിൽക്കത്തക്ക ലെവലിലാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അത്രയും അളവിൽ വെള്ളം ഒഴിച്ച് കുക്കർ അടച്ച് ഞാനിപ്പോൾ ഒരു 4 വിസിലാണ്, മീഡിയം ഫ്ലെയിമിൽ 4 വിസിലാണ് ഇത് കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കുക്കറിൻ്റെ കുക്കിംഗ് കപ്പാസിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് വിസിലിൽ വ്യത്യാസം വരുത്താം. അപ്പോൾ ഇതിവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഒരു ലാസ്റ്റ് സ്റ്റെപ്പ് കൂടിയേ ഉള്ളൂ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കി കടുക് പൊട്ടിച്ച് അല്പം കറിവേപ്പില ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ആ ഗ്രീൻ പീസില്ലേ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത്രയും മാത്രമേ ഉള്ളൂ. നമ്മളുടെ ഗ്രീൻ പീസ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആദ്യം ഞാനും ഈ റെസിപ്പി യൂട്യൂബിൽ കണ്ടതാണ്. ആദ്യം കണ്ടപ്പോൾ വിചാരിച്ചു ഇതിനധികം എന്ത് ടേസ്റ്റ് വരുമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. ഇതിലേക്ക് നമ്മൾ തേങ്ങയോ മല്ലിപ്പൊടിയോ മുളക് പൊടിയോ തക്കാളിയോ ഒന്നും തന്നെ വേണ്ട. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നമ്മളിത് ഇളക്കി കൊടുക്കുന്ന സമയത്ത് സ്പൂൺ വെച്ച് ചെറുതായിട്ട് കുറച്ച് ഗ്രീൻ പീസ് ഒന്ന് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിക്ക് ഒരല്പം തിക്നെസ് കൂടി കിട്ടും. കാണുമ്പം ടേസ്റ്റ് ഇല്ലെന്ന് വിചാരിക്കും, പക്ഷേ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. നമുക്ക് അപ്പത്തിൻ്റെ ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും, ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ട് വളരെ സിമ്പിളായിട്ട് വലിയ പരിപാടികളൊന്നും ഇല്ലാതെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക്